ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ, നാം ഇന്ന് നമ്മുടെ നോമ്പിൻ്റെ 7ാമത്തെ ദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരും ഈ വചന ശുശ്രൂഷ ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും അതുപോലെ തന്നെ നിങ്ങളാൽ സാധിക്കുന്ന വിധത്തിൽ നിങ്ങളിതിനോട് സഹകരിക്കുന്നുണ്ടെന്നും ഒക്കെ പ്രിയമുള്ളവരെ, എങ്കിലും ഒരിക്കൽ കൂടി എന്നും നിങ്ങളോട് ആവശ്യപ്പെടുന്നത് പോലെ ഈ ഒരു ശുശ്രൂഷ കേൾക്കുന്നവരൊക്കെ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം ലോകമെമ്പാടും പ്രചരിപ്പിക്കുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. അതിനായിട്ട് നിങ്ങളാൽ കഴിയുന്ന ചെറിയൊരു സഹായം, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്ന് മാത്രമുള്ളതാണ്. നമുക്കൊത്തൊരുമിച്ച് നമ്മുടെ ഈശോയുടെ സുവിശേഷം ലോകമെമ്പാടും പ്രചരിപ്പിക്കുവാനായിട്ട് സാധിക്കും. ഇത് ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു പ്രവർത്തനമല്ല, അല്ലെങ്കിൽ നടത്താൻ സാധിക്കുന്ന ഒരു പ്രോഗ്രാമല്ല. മറിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം കൂടി ആവശ്യമാണ്. അങ്ങനെ നമുക്കൊരുമിച്ച് നമ്മുടെ ഈശോയുടെ സുവിശേഷം ലോകമെമ്പാടും നമുക്ക് പ്രചരിപ്പിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളും വിഷമങ്ങളും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കണമെങ്കിൽ, ആ രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വചനവും അല്ലെങ്കിൽ വചനവിചിന്തനം ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിലും നമുക്ക് നമ്മുടെ വചനത്തെ നമുക്ക് മാറ്റി സംസാരിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്കുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക കമൻ്റായിട്ട്. അതുപോലെ തന്നെ ഈ വചനവിചിന്തനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം ഒന്ന് വായിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ വായനകളെന്ന് പറയുക യെശയ്യായുടെ പുസ്തകം 55-ാം അധ്യായം 10-11 തിരുവചനമാണ് നമുക്ക് തിരുസഭ മാതാവ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗങ്ങളും കൂടി നമുക്കിന്ന് ധ്യാന വിചിന്തനത്തിനായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 വചനഭാഗങ്ങളും കൂടി ചേർത്താണ് നാം ഇന്നത്തെ സുവിശേഷ വിചിന്തനം ഒരുക്കിയിരിക്കുന്നത്. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനവും കൃപയും നിങ്ങളോട് എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വായനകൾ തീർച്ചയായിട്ടും ദൈവവചനത്തിൻ്റെ ശക്തിയെയും നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൻ്റെ ആ ഒരു അന്തസത്തയും കുറിച്ചൊക്കെ ചിന്തിക്കാൻ നമ്മെ പര്യാപ്തരാക്കുന്ന ഒരു ഭാഗങ്ങളാണ്. നമ്മുടെ പ്രാർത്ഥന ശരിക്കും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആകരുത്, മറിച്ച് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറയുന്നത് പിതാക്കന്മാർ പറയുന്നത് പോലെ ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു വിശുദ്ധ സംഭാഷണമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തോട് സംസാരിക്കുക മാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ശബ്ദം കൂടി നമ്മൾ ശ്രവിക്കുകയും മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുക. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്താൽ രൂപാന്തരപ്പെടുവാനായിട്ട് നമ്മെ തന്നെ അനുവദിക്കുന്ന ഒരു സമയം കൂടിയാണ് പ്രാർത്ഥന എന്ന് പറയുക. പ്രിയമുള്ളവരെ, ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും യെശയ്യായുടെ പുസ്തകത്തിൽ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്രകാരമാണ് കർത്താവ് ഇപ്രകാരമാണ് പറയുക: എൻ്റെ വചനം എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് ഒരിക്കലും എൻ്റെ അടുക്കിലേക്ക് ശൂന്യമായിട്ട് മടങ്ങുകയില്ല, മറിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. യെശയ്യായുടെ പുസ്തകം 55-ാം അധ്യായം 11-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് അത് ജീവനുള്ളതും ഫലപ്രദവുമാണ്. ഈ ശക്തമായ പ്രസ്താവന വളരെ വ്യക്തമായിട്ട് യെശയ്യാ പ്രവാചകൻ എടുത്തു പറയുകയാണ്. ദൈവം സംസാരിക്കുമ്പോൾ അവൻ്റെ വാക്കുകൾ നമ്മിൽ ഓരോരുത്തരും ജീവനും അതുപോലെ തന്നെ രോഗശാന്തി, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ലക്ഷ്യം എന്നിവ നിറവേറ്റുന്നു. മഴയും മഞ്ഞുമൊക്കെ ഭൂമിയെ പോഷിപ്പിക്കുകയും വിത്തുകൾ വളരാനും ഫലം കായ്ക്കാനും ഇടയാക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുന്നു. അതൊരിക്കലും അതിൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്നില്ല.
എന്നാൽ അത് സംഭവിക്കണമെങ്കിൽ, ഈ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മിൽ മാറ്റം സംഭവിക്കണമെങ്കിൽ നമ്മൾ അല്പം വിശ്വാസത്തോടു കൂടിയും അനുസരണത്തോടും കൂടിയും അത് സ്വീകരിക്കുവാനായിട്ട് പരിശ്രമിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുക, പ്രാർത്ഥന ശരിക്കും ഒരു സംഭാഷണമാണ്, മറിച്ച് അതൊരു പ്രകടനമല്ല. നമ്മുടെ ദൈവവുമായിട്ടുള്ള ഒരു പ്രകടനമാണ്. നമ്മളൊക്കെ നമ്മുടെ കൂട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ മറ്റുള്ള 2 പേര് കാണണം എന്നുള്ള ഉദ്ദേശത്തിലല്ല നമ്മളത് ചെയ്യുക, മറിച്ച് നമ്മുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളുമൊക്കെ നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ദൈവവുമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ചെയ്യാതിരിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കുന്നു. വെറുതെ അല്ല, ശൂന്യമായ വാക്കുകൾ കൊണ്ടല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആവർത്തിച്ചുള്ള വാക്കുകളുടെ ഒരു ഉപയോഗം ഒന്നുമല്ല പ്രാർത്ഥന എന്ന് പറയുക. മറിച്ച് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? മറ്റുള്ളവരെ ആകർഷിക്കാനായിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവും ആയിട്ടുള്ള സത്യസന്ധമായ ഹൃദയംഗമമായ ഒരു സംഭാഷണം നടത്തുന്നതിനെക്കുറിച്ചാണ് ഈശോ ഇവിടെ പ്രാധാന്യം നൽകുന്നത്. ചിലപ്പോൾ ആളുകൾ തങ്ങളുടെ പ്രാർത്ഥനകൾ പരസ്യമായി പ്രദർശിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവവുമായുള്ള കൂട്ടായ്മയേക്കാൾ എന്താണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രദർശനം അല്ലെങ്കിൽ പ്രകടനം, അഭ്യാസ പ്രകടനമായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് വ്യക്തിപരവും ആത്മാർത്ഥവുമാണ് എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളുടെ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം വാക്കുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നത് എന്നതിൽ ഉപരിയായിട്ട് എന്താണ് നമുക്ക് നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം എത്രത്തോളമാണ്, അതിൻ്റെ ആഴം എത്രത്തോളം ആണ് എന്നുള്ളതാണ് നമ്മുടെ പിതാവായ ദൈവം നോക്കുന്നത്, കാണുന്നത്. അതുപോലെ തന്നെ യേശു ഒരു പൂർണ്ണമായ പ്രാർത്ഥന നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സമീപിക്കണമെന്നാണ് ഈശോ നമ്മെ പഠിപ്പിക്കുക. അത് ദൈവത്തിൻ്റെ വിശുദ്ധിയെ അംഗീകരിക്കുന്നു, നമ്മുടെ ഇച്ഛയെ അവൻ്റെ ഇച്ഛയുമായി സംയോജിപ്പിക്കുന്നു, നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ, അതുപോലെ ക്ഷമ, തിന്മയിൽ നിന്നുള്ള സംരക്ഷണം എന്നിവയൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്നു. ദൈവമേ, അല്ലെങ്കിൽ പിതാവേ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ അപ്പനമ്മയോടുള്ള ഒരു ബന്ധം പോലെ, നമ്മുടെ സ്വന്തം അപ്പനായിട്ട് നമ്മൾ കാണുകയല്ല, നമ്മുടെ സ്വന്തം അപ്പൻ തന്നെയാണ് എന്നുള്ളൊരു ബോധ്യം നമ്മിലേക്ക് ഉളവാക്കുകയല്ല, നമ്മൾ വളർത്തിയെടുക്കുകയാണ് ഈശോ ചെയ്യുന്നത്. നിൻ്റെ അപ്പനോട് എത്രത്തോളം നിനക്ക് ഒരു ബന്ധമുണ്ടോ അതിലേക്കാട്ട് ഏറെ ബന്ധം നിൻ്റെ ദൈവവുമായിട്ടുണ്ടാകണമെന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ വേറൊരു പോയിൻ്റ് എന്ന് പറയുക, ക്ഷമ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഈ ഒരു ക്രിസ്തീയ പ്രാർത്ഥനകളുടെയൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവരായ നമ്മുടെ പ്രാർത്ഥനയുടെയൊക്കെ കാതൽ, അന്തസത്ത എന്ന് പറയുന്നത്. പ്രാർത്ഥനയുടെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ അനിവാര്യവുമായ വശങ്ങളിലൊന്നാണ് ക്ഷമിക്കാനുള്ള കഴിവ്. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മോട് ക്ഷമിക്കുന്നത് പോലെ നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് അതേപോലെ തന്നെ കരുണ കാണിക്കാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തോട് കരുണ ചോദിക്കാനുണ്ട്. കർത്താവേ, എന്നോട് കരുണയായിരിക്കണമെന്ന് ചോദിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആ ഒരു കരുണ നാം ഓരോരുത്തരോടും കരുണ കാണിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ആ ഒരു കരുണ നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളോട് ക്ഷമിക്കണമേ പിതാവേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ക്ഷമ മറ്റുള്ളവരോട് കാണിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു നിമിഷം നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ ഒരുപക്ഷെ നീരസവും കോപവും കൊണ്ട് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഫലപ്രദമാവുകയില്ല. മറ്റുള്ളവനോട് വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ നമ്മുടെ മനസ്സിൽ വെച്ച് പുലർത്തിക്കൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. ആ ഒരു യാഥാർത്ഥ്യം നാം ഓരോരുത്തർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പകരം നമ്മെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരുടെ ക്ഷേമത്തിന് വേണ്ടിയും അവരുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുവാനായിട്ടൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ വരുന്നത് പോലെ തന്നെ അവരുടെ മേലും ഉണ്ടാകണമേ എന്ന് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥനയുടെയൊക്കെ ഉദ്ദേശമെന്ന് പറയുക വെറുതെ ദൈവത്തോട് സംസാരിക്കുക മാത്രമല്ല, ദൈവത്തെ കേൾക്കാനും കൂടി ഒരു നിമിഷം നമ്മൾ സമയം കണ്ടെത്തണം. നമ്മൾ പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് പോകുന്നു, അല്ലെങ്കിൽ പള്ളിയിലേക്ക് വരുന്നു, ദേവാലയത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥനകൾ നമ്മൾ നടത്തുന്നു.
നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ കാര്യങ്ങളും നമ്മൾ ദൈവത്തോട് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് സാധാരണ ചെയ്യാറ്. മറിച്ച് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുക, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുക. മറിച്ച് അതോടൊപ്പം തന്നെ അല്പനേരം ശാന്തമായിരിക്കുക. ദൈവമേ, നീ എന്താണ് എന്നോട് പറയാൻ ആവശ്യപ്പെടുന്നത്? നിനക്ക് എന്നോട് എന്താണ് പറയാനായിട്ടുള്ളത്? എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നീ ആഗ്രഹിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം കൂടി ഒരു നിമിഷം എന്ന് കേൾക്കാനായിട്ട്. നിശബ്ദതയിലാണ് ദൈവം സംസാരിക്കുക, അല്ലേ? അപ്പം നാം നിശബ്ദമായിരുന്നുകൊണ്ട് ദൈവത്തിന് നമ്മോട് പറയാനുള്ള കാര്യങ്ങൾ കൂടി ഒരു നിമിഷം കേൾക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു നന്മ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിലെ ദൈവത്തിൻ്റെ ആ ഒരു വചനം കടന്നു വരികയും ആ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു വചനത്തിൻ്റെ ശക്തിയിൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനും അനുരഞ്ജനത്തിലൊക്കെ ജീവിക്കാനായിട്ടും നമ്മുടെ സഹോദരന്മാരുടെ ആഴത്തിലുള്ള ഒരു ബന്ധത്തിൽ ഏർപ്പെടാനായിട്ടുമൊക്കെ നമുക്ക് സാധിക്കുമെന്നാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്യുക. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉത്തരം ലഭിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഭൂമിയെ പോഷിപ്പിക്കാതെ മഴ ആകാശത്തേക്ക് മടങ്ങാത്തതുപോലെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ പ്രാർത്ഥനകളോടുള്ള അവൻ്റെ പ്രതികരണങ്ങളും എല്ലായ്പ്പോഴും അവയുടെ ഉദ്ദേശം നിറവേറ്റും എന്നൊരു വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. അവൻ്റെ ഉത്തരങ്ങൾ നാം പ്രതീക്ഷിക്കുന്ന രീതിയിൽ വരണമെന്നില്ല, പക്ഷേ അവ എല്ലായ്പ്പോഴും നമ്മുടെ ആത്യന്തികമായ നന്മയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. അവസാനമായിട്ട് പ്രിയ സുഹൃത്തുക്കളെ, ഈ നമ്മളീ പഠിച്ച കാര്യങ്ങൾ, അറിഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ആത്മാർത്ഥവും വിശ്വാസത്താൽ നിറഞ്ഞതുമാകട്ടെ. നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം ശ്രദ്ധയോടെ കേൾക്കാം. അവൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഫലം കായ്ക്കാൻ അനുവദിക്കാം. ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോടും ക്ഷമിക്കുവാനായിട്ടും, ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ അവൻ്റെ ഉദ്ദേശം നമ്മിൽ നിറവേറ്റപ്പെടുവാനും പരസ്പരം ഐക്യത്തിൽ ജീവിക്കുവാനും നമുക്ക് എപ്പോഴും പരിശ്രമിക്കാം. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാനും സ്നേഹത്തോടെ ക്ഷമിക്കാനും ഉള്ള കൃപയ്ക്കായി നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. അങ്ങനെ അവൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിയും. എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനല്ല, മറിച്ച് അത് നിൻ്റെ ക്ഷേമത്തിന് ഉള്ള പദ്ധതിയാണ് എന്ന ഒരു ഉറച്ച വിശ്വാസം ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളേവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.